സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികളുടെ പ്രതിഷേധം തുടരുകയാണ്. വേതന പാക്കേജ് പരിഷ്കരിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നാണ് വ്യാപാരി സംഘടനകളുടെ നിലപാട്. വ്യാപാരികളെ ഭക്ഷ്യമന്ത്രി വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഓൺലൈനായി ചർച്ച നടത്താമെന്ന് മന്ത്രി GRNൽ അറിയിച്ചു. ചർച്ചയ്ക്ക് ശേഷവും കടകൾ തുറന്നില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്നാണ് സർക്കാരിന്റെ മുന്നറിയിപ്പ്. ഷിജോ കുര്യൻ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷിജോ, ഈ സമരത്തിന്റെ സ്ഥിതി എന്താണ്? സർക്കാർ അതിനെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്? നിഷാദ, സംസ്ഥാനത്ത് ഇത് ആദ്യമായിട്ടാണ് ഇത്രയും അധികം റേഷൻ കടകൾ ഒരുമിച്ച് അടച്ചിട്ടതിനു ശേഷം ഈ വ്യാപാരികൾ സമരവുമായിട്ട് നിരത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. നമുക്ക് തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടതാണ്. തിരുവനന്തപുരത്ത് ഏതാണ്ട് 100 കണക്കിന് റേഷൻ വ്യാപാരികളും അവരുടെ കുടുംബവും പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് സെക്രട്ടേറിയറ്റ് വരെ വലിയ പ്രതിഷേധ മാർച്ചുമായിട്ടാണ് വന്നത്. ഭരണകക്ഷിയുടെ തന്നെ MLAയും സമരസമിതി നേതാവുമായിട്ടുള്ള സ്റ്റീഫൻ MLA ആണ് ഈ സമരം ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് MLA തന്നെ പറയുന്നുണ്ട്. MLAമാർക്കും മന്ത്രിമാർക്കും ഒക്കെ പൈസ കൊടുക്കാനുള്ള ധനവകുപ്പിൻ്റെ കീഴിലുണ്ട്. പക്ഷേ റേഷൻ വ്യാപാരികൾക്ക് കൊടുക്കാൻ ഇതൊന്നും തികയുന്നില്ലല്ലോ എന്നുള്ള വിമർശനമാണ് സ്റ്റീഫൻ MLA ഉയർത്തിയത്. എന്തായാലും ഈ സമരം റേഷൻ വ്യാപാര മേഖലയെ, പൊതുവിതരണ രംഗത്തെ കാര്യമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. 14,014 റേഷൻ കടകളാണ് സംസ്ഥാനത്ത് മൊത്തത്തിൽ പ്രവർത്തിക്കുന്നത്. അതിൽ ഇന്നാകെ തുറന്ന് പ്രവർത്തിച്ചത് 233 റേഷൻ കടകൾ മാത്രമാണ് ഇന്ന് തുറന്ന് പ്രവർത്തിച്ചത്. അതിൽ മാത്രവുമല്ല 759 പേർ മാത്രമാണ് ഇന്ന് ഈ സമയം വരെ റേഷൻ വാങ്ങുകയും ചെയ്തത്. നിലവിൽ ഏതാണ്ട് രാവിലെ 7:30 മുതൽ 12 മണി വരെ റേഷൻ കടകൾ പ്രവർത്തിക്കുന്നതാണ്. ഇപ്പോൾ ഏതാണ്ട് 88 റേഷൻ കടകൾ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് തുറന്ന് പ്രവർത്തിച്ചിട്ടുള്ളത്. മറ്റ് റേഷൻ കടകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഈ സമരം വിജയമാണ് എന്നൊരു കാര്യം സമരസമിതി അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാനാണ് സമരസമിതി തീരുമാനിച്ചിരിക്കുന്നത്. സർക്കാരിൻ്റെ ഒരു മുന്നറിയിപ്പൊക്കെ ഉണ്ടായിരുന്നു. സമരത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ്. പക്ഷേ ആ മുന്നറിയിപ്പ് അവഗണിച്ചും അവർ സമരത്തിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്ക് ഭക്ഷ്യമന്ത്രി തന്നെ ഇടപെട്ടുകൊണ്ട് ഈ സമരസമിതി പ്രവർത്തകരെ ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ഓൺലൈനായിട്ടാണ് ചർച്ച. ഈ സമരസമിതി പ്രവർത്തകർ കുറച്ചാളുകൾ മന്ത്രിയുടെ ചേംബറിലേക്ക് നേരിട്ടെത്തുകയും മറ്റു ചില ആളുകൾ ഓൺലൈനായിട്ട് പങ്കെടുക്കുകയും ചെയ്യും. സമരത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ള അഭ്യർത്ഥന ഭക്ഷ്യമന്ത്രി ഈ സമരസമിതിക്ക് മുൻപാകെ വെക്കുകയും ചെയ്യും. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു ചർച്ച വിളിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ചർച്ചയോടുകൂടി ഇതിനൊരു തീരുമാനം ഉണ്ടാവണം എന്നൊരു ആവശ്യം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷേ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഭക്ഷ്യമന്ത്രി ചർച്ചയിൽ അറിയിക്കും. അപ്പോൾ ഒരുപക്ഷേ ഈ ചർച്ച ഇന്നുകൊണ്ട് പൂർത്തിയാക്കി ഈ സമരം ഇന്നുകൊണ്ട് അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ സർക്കാരും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പും ആലോചിക്കുന്നത്. ഒരുപക്ഷേ കുറച്ചുകൂടി നാൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പറയുന്ന പോലെ വേതന പാക്കേജ് പരിഷ്കരിച്ച് നൽകാം എന്നുള്ള കാര്യം ഭക്ഷ്യമന്ത്രി സമരസമിതിയോട് മുമ്പാകെ അറിയിക്കുകയും ചെയ്യും.